രഞ്ജിത്തിന്റെ ഒരു ശൈലിയോട് അല്ലെങ്കിൽ ആ സംസാര രീതിയോടോ എനിക്ക് ഒട്ടുമേ യോജിപ്പില്ല. അത്രയും ധാർഷ്ട്യത്തോടെയൊക്കെയുള്ള ആ സംഭാഷണം കേട്ടിരിക്കാൻ തോന്നാത്തത് കൊണ്ട് ആ ഇന്റർവ്യൂ ഞാൻ കുറേയൊക്കെ സ്കിപ്പ് ചെയ്താണ് കണ്ടത്. ഈ പറയുന്ന പ്രധാനപ്പെട്ട ആ ഭാഗങ്ങൾ മാത്രം കാണുകയും ചെയ്തു. കാരണം കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു ശരീരഭാഷയാണ് ഇന്റർവ്യൂവിൽ രഞ്ജിത്തിനുള്ളത്. അങ്ങനെയുള്ള മാടപ്പിതരമൊക്കെ സഹിച്ച് ഞാനൊരു കാഴ്ചക്കാരനാണ്, ഒരു ആസ്വാദകനാണ്. ആ ഇന്റർവ്യൂ കണ്ടിരിക്കാൻ എനിക്ക് തോന്നിയില്ല. അങ്ങനെ തോന്നിയ ഒരുപാട് പേരുണ്ടാകും. ഇവിടെ രഞ്ജിത്ത് ഇന്ന് പ്രതികരിക്കുന്നത് ഞാൻ കണ്ടു. അതായത് പരാതി കൊടുത്തവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്, പരാതികൾ സർക്കാർ പരിശോധിക്കട്ടെ, മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ പടിയിറങ്ങാൻ തയ്യാറാണ്, ഏകാധിപതിയാണോ എന്ന് അക്കാദമി വൈസ് ചെയർമാനും സെക്രട്ടറിയും പറയട്ടെ. അപ്പോൾ ഈ അംഗങ്ങൾ പറയുന്ന അഭിപ്രായമൊന്നും ശ്രീമാൻ രഞ്ജിത്തിന് ബാധകമല്ലേ? അതൊന്നും കേൾക്കില്ലേ? തമ്പുരാൻ അത് മാത്രം കേൾക്കും എന്ന രീതിയിൽ അങ്ങനെ ഒരു നാടുവാഴിയുടെ ഒരു മനസ്ഥിതിയോടെയാണ് രഞ്ജിത്തിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനവും എന്നതാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ അക്കാദമി അംഗങ്ങൾ സർക്കാരിന് കത്ത് കൊടുത്തതാണ്. ഈ സമാന്തര യോഗത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇതിൽ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യോഗം നടന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊരു കൂടിയാലോചന നടന്നിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഈ ഉൾക്കടൽ അല്ലെങ്കിൽ ദൃശ്യം, ആ സിനിമകളൊക്കെ സ്വാധീനിച്ചിട്ടില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? സിനിമകൾ സ്വാധീനിക്കുന്നൊക്കെയുണ്ട്, സിനിമകൾ സ്വാധീനിക്കാതെ പോവുകയല്ല. ഉണ്ണിസാറിന്റെ അഭിപ്രായത്തോട് ഞാൻ എന്തായാലും യോജിക്കുന്നില്ല. ഇനി ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, ഇദ്ദേഹത്തിന് ഇന്നത്തെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, അതായത് ഒരു സിനിമാക്കാരൻ അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുന്നയാൾക്ക് ഉള്ളിൽ ഒരു സെല്ലുലോയിഡ് പ്രതിബിംബം ഉണ്ടാകും. അയാളുടെ തന്നെ ഒരു പ്രതിബിംബമായിരിക്കും. അപ്പോൾ ഈ പൂവള്ളി ഇന്ദുചൂടനും മംഗലശ്ശേരി നീലകണ്ഠൻ, അങ്ങനെ തന്നെയല്ല കഥാപാത്രത്തിന്റെ പേര്, അതൊക്കെ പുള്ളിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, അത് ആ ഇരിപ്പിലുണ്ട് എന്നതാണ് ആ ഇന്റർവ്യൂവിൽ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ വിയോജിപ്പുണ്ടെങ്കിൽ പറയാം. നമ്മുടെ പല പ്രേക്ഷകരും അല്ലെങ്കിൽ പല ആളുകളും ഇതേ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് തുടരുകയാണ്. അതിനിടയിൽ തന്നെയാണ് ചലച്ചിത്ര അക്കാദമിക്ക് അകത്ത് നിന്ന് രഞ്ജിത്തിനെതിരായ നീക്കം വരുന്നത് എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. പക്ഷേ സർക്കാർ ആ കർശന നടപടിയിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ചലച്ചിത്ര അക്കാദമിക്ക് അവമതിപ്പുണ്ടാക്കുന്ന പരാമർശങ്ങൾ ഒന്നോ രണ്ടോ അല്ല, അടിക്കടി നടത്തുകയാണ് രഞ്ജിത്ത്. ഇവിടെ രഞ്ജിത്തിന്റെ ഏകാധിപത്യമാണ് എന്ന് മനസ്സിലാകാത്തത് ഒരുപക്ഷേ മന്ത്രി സജി ചെറിയാന് മാത്രമാകും. ബാക്കി എല്ലാവർക്കും അത് മനസ്സിലായി കഴിഞ്ഞു. ജനങ്ങൾ അത് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അംഗങ്ങളെ ഒന്നും മാനിക്കുന്നില്ല എന്ന് അംഗങ്ങൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ഉള്ളവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമുണ്ടെന്ന് അംഗങ്ങൾ ആരോപിക്കുകയാണ്. അപ്പോൾ ആ ആരോപണങ്ങളൊക്കെ ഗൗരവമുള്ളതല്ലേ? അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അംഗങ്ങൾക്കിടയിൽ ഇത്രയും അതൃപ്തി പുകയുമ്പോൾ അങ്ങനെ ഒരു ചെയർമാനെ വെച്ചുകൊണ്ടിരിക്കണോ എന്നത് സർക്കാർ കാര്യമായി തന്നെ ആലോചിക്കേണ്ടതാണ്. വകുപ്പ് മന്ത്രി നടപടി സ്വീകരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത്, വകുപ്പ് മന്ത്രി എന്നെ രക്ഷിക്കും, നേരത്തെ ഉണ്ടായിട്ടുള്ള അനുഭവം അതാണല്ലോ, അപ്പോൾ രക്ഷിക്കുമെന്നൊക്കെ കരുതിയിട്ടായിരിക്കും. മന്ത്രി വിശദീകരണം ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് പറയും എന്നൊക്കെയാണ് ശ്രീ രഞ്ജിത്ത് പറയുന്നത്. തിയേറ്ററിൽ ആള് കയറാത്ത സിനിമയൊക്കെ എടുക്കുന്ന ഡോക്ടർ ബിജു, അങ്ങനെയാണല്ലോ ആ പരാമർശം. അതൊട്ടും ശരിയല്ല. ഡോക്ടർ ബിജുവിന്റെ സിനിമകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ സിനിമ കാണുക തന്നെ വേണം. കാരണം ഡോക്ടർ ബിജുവിന്റെ ക്രാഫ്റ്റ് എന്താണ് എന്നുള്ളത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ തനിക്ക് മാത്രമേ ക്രാഫ്റ്റ് ഉള്ളൂ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ ചിന്താഗതിയോടൊന്നും യോജിക്കാൻ എനിക്ക് എന്തായാലും വ്യക്തിപരമായി കഴിയില്ല. തിയേറ്ററിൽ ആളെ കൂട്ടുന്നത് മാത്രമാണ് നല്ല സിനിമ എന്നത് രഞ്ജിത്തിന്റെ ചിന്തയായിരിക്കും. അങ്ങനെ ചിന്തിക്കുന്നവരല്ല മലയാളികൾ എല്ലാവരും. അപ്പോൾ ഈ KSFDC-യിൽ നിന്ന് ബിജു രാജിവെച്ചതിന് പിന്നാലെ ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ട് മന്ത്രി സജി ചെറിയാൻ. അത് പോരാ. ഇപ്പോൾ ഈ അക്കാദമി അംഗങ്ങൾ ഈ 9 പേർ സമാന്തര യോഗം ചേർന്നുകൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലും കൃത്യമായ വിശദീകരണം തന്നെ ചോദിക്കണം. അപ്പോൾ ഈ മാടമ്പിത്തരമോ അങ്ങനെ എന്താണ് അതിനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. നേരത്തെ സാർ വളരെ കൃത്യമായി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല എന്തായാലും ശ്രീ രഞ്ജിത്തിനെ. അപ്പോൾ ഇതൊക്കെ സഹിച്ച് ഈ സ്ഥാനത്ത് ഇനിയും ഇദ്ദേഹം തുടരണോ എന്നത് കേരളം ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളാണെങ്കിൽ, ഒരു കലാരൂപവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതിൽ തന്നെ ചേരിതിരിവുകൾ, താൻ ചെയ്യുന്നത് മാത്രമാണ് നല്ല ക്രാഫ്റ്റ്, ഡോക്ടർ ബിജുവിൻ്റേത് മോശമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇകഴ്ത്തി കാണിക്കുന്നതോടെ വിലയിടിഞ്ഞത് രഞ്ജിത്തിന്റെ മാത്രമാണ്. ഈ ഒരു ചലച്ചിത്രമേള മാത്രമൊന്നുമല്ല കേട്ടോ, നിരവധി അന്താരാഷ്ട്ര മേളകളിൽ സ്ഥിരമായി പോകാറുള്ളയാളാണ് ഡോക്ടർ ബിജു. ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിൽ Meet the editors.